بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم علموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയത് സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനാണ് നമ്മളിവിടെ പ്രത്യേകമായി ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു തആല ഖുർആൻ അനുകൂലമായി നാളെ സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മെയും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ 2 ക്ലാസുകളിലായി നമ്മൾ സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും വളരെ ഹ്രസ്വമായി വിശദീകരിക്കുകയുണ്ടായി. സൂറത്തുൽ ഫലഖിലെ അവസാനത്തെ ആയത്ത്, അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച കാര്യങ്ങളുടെ ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇദാ വഖബ, ആ രാത്രി ഇരുൾ മൂടിയതാകുമ്പോൾ. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഇദാ വഖബ. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ സിഹ്ർ ചെയ്തവരുടെ ആ ഉപദ്രവത്തിൽ നിന്നുമുള്ള കാവൽ തേട്ടമായിട്ടാണ് ഈ സൂറത്തും അതിന്റെ പിറകെയുള്ള സൂറത്തും ഇറങ്ങിയത് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരായത്താണ് മിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. ആ ആയത്ത് നബിതങ്ങൾക്കെതിരെ സിഹ്ർ ചെയ്തവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഖുർആനിലെ ആ പരാമർശം പ്രത്യേകമായി ആ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം വിവരിക്കുന്ന ഇടത്ത് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അവസാനം പറയുന്നത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നവന്റെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇദാ ഹസദ, അസൂയക്കാരൻ അസൂയ വെച്ചു കഴിഞ്ഞാൽ. ഇദാ ഹസദ, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ, അസൂയ വെക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ശർറിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ومن شر حاسد إذا حسد,
ഹസദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ? അസൂയ എന്നാണ്. അസൂയക്കും കസണ്ടിക്കും മരുന്നില്ല എന്നാണല്ലോ പറയാറുള്ളത്. കസണ്ടിക്ക് തൽക്കാലം മരുന്ന് കണ്ടെത്തി എന്ന് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അസൂയക്ക് അങ്ങനെ തൽക്കാലം എന്നുപോലും, തൽക്കാലം മാറാൻ പോലും എന്തില്ല, മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഷെറായിട്ട് തന്നെ നിലനിൽക്കുന്ന ആ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. ആപത്ത് വരുത്തി വെക്കുന്ന വലിയ ഉപദ്രവമാണ് ഒരു അസൂയക്കാരന്റെ ഷെറ് എന്നുള്ളത്. ആ അസൂയയിൽ നിന്ന് തന്നെയാണ് കണ്ണേറുണ്ടാകുന്നത്. അൽ ഐനു ഹഖുൻ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണേർ എന്നുള്ളത് സത്യമാണ്. അത് സംഭവിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ ഭൂമിലോകത്ത് ആദ്യമുണ്ടായ മനുഷ്യൻ ചെയ്ത പാതകത്തിന്റെ കാരണം അസൂയയാണ്. ആകാശത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യത്തെ തെറ്റ് വരാൻ കാരണവും എന്താണ്? അസൂയയാണ്, ഹസദാണ്. അല്ലേ? ആകാശത്തിൽ നിന്ന്, സ്വർഗലോകത്തിൽ നിന്ന് പിശാച് ഇബ്ലീസിനെ പുറത്താക്കി. കാരണം എന്താണ്? ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതാണ്. മലക്കുകളോടും ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസിനോടും എന്തു പറഞ്ഞു? ആദം നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാൻ? ആദം പടക്കപ്പെട്ടത് മണ്ണ് കൊണ്ടാണ്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടതോ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? തീ കൊണ്ടാണ്. തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ ഈ ആദമിന് സുജൂദ് ചെയ്യുകയോ? ആ അഹങ്കാരമാണ്, ആ കിബിറാണ് ഇബ്ലീസ് പുറത്തു കടക്കാൻ കാരണം. അസൂയയാണ് അതിന്റെ പ്രധാന കാരണം. മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറുൻ മിൻഹു ഖലഖതനീ മിൻ നാർ വഖലഖതഹു മിൻ തീൻ. അല്ലാഹു ചോദിക്കുകയാണ്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, നിന്നോട് കൽപ്പിച്ച സന്ദർഭം ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ. ആ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യാതിരിക്കാൻ, സുജൂദ് ചെയ്യുന്ന ആ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കാൻ എന്താണ് പ്രേരിപ്പിച്ചത്? സുജൂദ് ചെയ്യാതിരിക്കാൻ എന്ത് തടസ്സമാണ് ഉണ്ടായത്? ഖാല, ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറുൻ മിൻഹു, ഞാൻ ആദം നബിയേക്കാൾ ഉത്തമനാണ്, ഞാൻ ആദം നബിയേക്കാൾ വലിയ ആളാണ്. ഖലഖതനീ മിൻ നാർ, നീ എന്നെ പടച്ചത് അല്ലാഹുവേ നരകത്തിൽ നിന്ന് തീയിലൂടെയാണ്. വഖലഖതഹു മിൻ തീൻ, ആദം നബിയെ പടച്ചതോ മണ്ണിൽ നിന്നുമാണ്. അപ്പോഴാണ് അള്ളാഹു പുറത്താക്കിയത്. കിബിറാണല്ലോ അസൂയയുടെ മാനദണ്ഡം. അസൂയയുടെ പൊരുളെന്താണ്? കിബിറ. ഞാൻ എന്നുള്ള ആ അഹംഭാവം, ആ അഹങ്കാരം അല്ലാഹു തആല കാക്കുമാറാവട്ടെ. നമ്മൾ ഈ സൂറത്തുകളിലൂടെയൊക്കെ ചർച്ച ചെയ്യുമ്പോ കൂടുതൽ നമ്മൾ വിനയാന്വിതരായി അള്ളാഹുവിന്റെ വഴിയിൽ നിലകൊള്ളാൻ നമ്മൾ മുന്നോട്ട് വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ സന്നിവേശിക്കപ്പെടേണ്ടത് വിനയമാണ്, തവാളുആണ്. വിനയമുണ്ടോ? അവിടെ കിബിറില്ല, അസൂയയില്ല, ഗീബത്തില്ല, നമീമത്തില്ല, ഫിത്നയില്ല, ഫസാദില്ല. മൻ തവാളഅ ലില്ലാഹ്, ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനയാന്വിതരായോ എങ്കിൽ റഫഅഹുല്ലാഹ്, അള്ളാഹു അവരെ ഉയർത്തുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആകാശ ലോകത്ത് ആദ്യം നടന്ന തെറ്റിന്റെ കാരണം എന്താണ്? അസൂയയാണ്. ഭൂമിയിലേക്ക് വന്നു മനുഷ്യൻ, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു.
തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ, അവരിൽ പിറന്ന സന്താനങ്ങൾ ഹാബീലും കാബീലും നമ്മൾ ചരിത്രത്തിൽ പഠിച്ചവരാണ്. കാബീൽ ഹാബീലിനെ കൊന്നു. അതാണ് ആദ്യത്തെ കൊലപാതകം. ഭൂമിയിൽ വന്ന ഉടനെ ഉണ്ടായ കൊലപാതകം എന്ന വലിയ തെറ്റിനുള്ള കാരണം എന്താണ്? അസൂയ. കാബീലും ഹാബീലും ഞാൻ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ആദം നബിയുടെ 2 മക്കളാണ് കാബീൽ ഹാബീൽ. കാബീലാണ് ആരെ കൊന്നത്? ഹാബീലിനെ കൊന്നത്. അറിയല്ലോ, കാബീൽ കൊല്ലാന്നുള്ളതിന്റെ കത്തലാന്ന് പറയാ അല്ലേ? കാഫ്, ആ കാഫുള്ള കാബീൽ. കാബീലാണ് ആരെ കൊന്നത്? ഹാബീലിനെ. മാറാതിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു. അറബി അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാഫ് തുടക്കത്തിലുള്ളതാരാ? കാബീലാണ്. കാബീലാണ് ആരെ കൊന്നത്? ഹാബീലിനെ കൊന്നത്. 2 സഹോദരിമാരുണ്ടായിരുന്നു. ഒന്ന് ഹാബീലിന്റെ കൂടെ പിറന്ന ആളാണ്, മറ്റൊന്ന് കാബീലിന്റെ കൂടെ പിറന്ന ആളാണ്. അവർ തമ്മിൽ കാബീലിനും ഹാബീലിനും വിവാഹമുറപ്പിച്ചപ്പോൾ അവിടെ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത്? കാബീൽ ഹാബീലിന്റെ കൂടെ പിറന്നവളെ കല്യാണം കഴിക്കട്ടെ. ഹാബീൽ ആരുടെ കൂടെ പിറന്നവളെ കല്യാണം കഴിക്കട്ടെ? കാബീലിന്റെ കൂടെ പിറന്നവളെ കല്യാണം കഴിക്കട്ടെ. ഇത് ആർക്ക് ദഹിച്ചില്ല? ഹാബീലിന് ദഹിച്ചില്ല. ഹാബീലിന്റെ കൂടെ പിറന്ന പെണ്ണിന് സൗന്ദര്യം കൂടുതലായിരുന്നു ആരെക്കാൾ? കാബീലിന്റെ കൂടെ പിറന്ന ഇരട്ടയായി പിറന്നു എന്നർത്ഥം. കാബീലിന്റെ കൂടെ പിറന്ന പെണ്ണിനേക്കാൾ സൗന്ദര്യം ഹാബീലിന് സ്വന്തം കൂടെ പിറപ്പിനായിരുന്നു കൂടുതൽ സൗന്ദര്യം. വിവാഹമാണല്ലോ അല്ലേ? മനുഷ്യ ജന്മങ്ങളുടെ ആദ്യഘട്ടമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഖലാ എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആ വിവാഹം. അപ്പോ കാബീലിന്റെ കൂടെ പിറന്ന പെണ്ണിനെ ആര് കല്യാണം കഴിക്കണം? ഹാബീൽ കല്യാണം കഴിക്കണം. ഹാബീലിന്റെ കൂടെ പിറന്ന ആളെ കാബീലും കല്യാണം കഴിക്കണം. പക്ഷെ ഹാബീലിന് അത് പറ്റിയില്ല. ഹാബീൽ പറഞ്ഞു, എന്റെ കൂടെ ഉള്ള ആളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. എന്റെ കൂടെ പിറന്ന ജന്മം കൊണ്ട് ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം. ഇനി മറ്റൊരു വിഷയം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അസൂയ നിമിത്തമാണ് കണ്ണേറുണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ? അയാളെ നോട്ടം, അയാളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഷ്ഫലമായി ഭവിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മൾ ചില ആളുകളെ കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് കാണാം. അങ്ങനെയൊന്നും ഒരു തെളിവില്ലാതെ വെറുതെ പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. നമ്മൾ കാവൽ തേടുക. നമ്മൾ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളെ കുറിച്ച് വേറെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടാവും. അതുകൂടെ ചിന്തിക്കണം. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ അത്ഭുതം ഉണ്ടാക്കുന്ന വല്ലതും നമ്മൾ കണ്ടാൽ സാധാരണ പറയും മാഷാ അല്ലാഹ് അല്ലേ? മാഷാ അല്ലാഹ്. അതൊരു പ്രൊട്ടക്ഷനാണ്. അതൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോ ഒരു ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരും. ഇതെന്റെ മകളെ കുട്ടിയാണ്. സന്തോഷത്തോടു കൂടെ ഒരാൾ പറയും. നമ്മൾ എന്താ പറയാ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. റബ്ബിലേക്ക് അങ്ങ് ചേർത്ത് പറയുമ്പോ അതൊരു ആശ്വാസമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു ഷെറിന്റെ ഒരു അംശമുണ്ടായി എന്നുള്ള ചിന്ത ആർക്കുണ്ടാവില്ല? ആർക്കുണ്ടാവില്ല? ആ കുട്ടി എടുത്തു നിൽക്കുന്ന ആൾക്കുണ്ടാവൂല. ഞാൻ പറയുന്നത് മനസ്സിലായോ? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എല്ലാരും പറയാറുണ്ട് അങ്ങനെ മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മലയാളത്തിലും പറയാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്തരം എന്തിനു വേണ്ടിയുള്ള ഒരു ചികിത്സയാണ്? നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാൻ. അപ്പൊ നല്ലൊരു വീട് ഇങ്ങനെ കാണാൻ, ആ വീട്ടുടമസ്ഥൻ അവിടെ നിൽക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞേക്കൂ. എന്നാൽ വല്ല ബുദ്ധിമുട്ടും വന്നാൽ അത് ഇവന്റെ ഷെറുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നൽ ആർക്കുണ്ടാവില്ല? ആ വീട്ടുകാരനുണ്ടാവില്ല. അസൂയയുടെ ഷെറിൽ നിന്ന് നാഥ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉപദ്രവങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും കാക്കുമാറാവട്ടെ. ഇനി അടുത്ത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്.
സത്യത്തിൽ നമ്മൾ ശരിയായ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുമ്പോൾ തുടങ്ങേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് മുതലാണ്. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പിന്നെ നമ്മൾ ഖുർആനിലെ തർത്തീബ് അനുസരിച്ച് തുടക്കം കുറിക്കുക അവസാനത്തിൽ നിന്ന് അങ്ങോട്ട് എന്നുള്ള നിലയിലാണ് സൂറത്തുൽ നാസ് ആദ്യം പറഞ്ഞത്, സൂറത്തുൽ ഫലഖ് രണ്ടാമത് ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് അല്പസമയം നമുക്കതെ കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നോദിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധ ഖുർആൻ അതിന്റെ 1/3 ഈ സൂറത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ മഹത്വമാണ് ഈ അധ്യായത്തിന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഖ്ലാസ് ആത്മാർത്ഥത, തനിച്ചാക്കുക എന്നാണ് ഇഖ്ലാസ് എന്നതിന്റെ അർത്ഥം. വേറെ ഒരു കലർപ്പുമില്ലാതെ തനിച്ച് എന്നാണ് എന്തിന്റെ അർത്ഥം? ഇഖ്ലാസ് എന്നതിന്റെ അർത്ഥം. മുഖ്ലിസീന ലഹുദ്ദീൻ. അവന് ഇഖ്ലാസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കലർപ്പില്ലാത്ത ആളാണ്. അഞ്ചൊക്കെ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു തഖ്വയുടെ പ്രകടനമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളെ കുറിച്ച് അല്ലേ ഓ ഇഖ്ലാസ് ഉള്ള ആളാണ്, അത് പൂർത്തിയാകുന്നില്ല. ജീവിതത്തിൽ എല്ലായിടത്തും എന്ത് വേണം? തഖ്വയുടെ ജീവിതം വേണം. അപ്പോഴാണ് അവൻ ഇഖ്ലാസ് ഉള്ളവൻ എന്ന് പറയുക. സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കുകയും കലർപ്പില്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുക, അവനെ കുറിച്ചാണ് ഇഖ്ലാസ് ഉള്ളവൻ എന്ന് പറയുക. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണത്തെ, അവന്റെ പേരിനെ തനിച്ച് അത് കാര്യം മാത്രം പറയാനായിട്ടാണ് ഈ സൂറത്ത് ഉപയോഗപ്പെടുത്തിയത്. വേറൊരു വിഷയം അതിൽ ഇല്ല. ഉണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. മൈക്ക് ക്ലിയർ ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിന്റെ ഉണ്ടല്ലോ. ഖുൽ നബിയെ തങ്ങൾ പറയുക. ഖുൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയും? നബിയെ തങ്ങൾ പറയുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതിന്റെ ഒക്കെ തുടക്കത്തിൽ ഖുൽ എന്ന് പറഞ്ഞ് പ്രത്യേകം പറയുമ്പോ അതിന്റെ ശേഷം പറയപ്പെടുന്ന സന്ദേശത്തെ വ്യക്തമായും ഉമ്മത്ത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആരിൽ നിന്നാണ്? ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഹബീബിനോട് എന്ത് പറയുന്നത്? എല്ലാം പഠിപ്പിക്കാനുള്ളതാണ്. ഖുർആനിലുള്ളത് മുഴുവൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അല്ലേ? അള്ളാഹുവിന്റെ ഹബീബിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാം തന്നെ വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കാനാണ്. പിന്നെ പ്രത്യേകം ചില കാര്യങ്ങള് ഒന്നുകൂടെ വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചേർത്തത്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഹുവ അവൻ, അഥവാ അല്ലാഹ്. അവൻ ആര്? അല്ലാഹു. അവൻ അല്ലാഹു അഹദ്. അവൻ ഒരുവനാൻ, അവൻ ഏകനാൻ. അഹദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു ഏകനാണ്, അഹദുൻ ഒരുവനാണ്. അറബിയിൽ ഒന്ന് എന്നുള്ളതിന് അഹദ് എന്നല്ല. എന്താ ഒന്ന് എന്നുള്ളതിന് എന്താ പറയാ? വാഹിദ് എന്നാ പറയാ. അഹദ് എന്ന് പറഞ്ഞാലോ
അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ, വേറൊരാളെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല. ചില നേതാക്കളെ കുറിച്ച് നമ്മൾ പറയല്ലോ, അയാൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയല്ലോ, അയാൾക്ക് പകരം അയാളെന്നും അയാൾ മാത്രമേ ഉള്ളൂ, ആ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഒരു ആലങ്കാരികമായിട്ടൊക്കെ പറയാം, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. അഹദ് അല്ലേ, വേറെ ഒരാളുടെയും തുല്യതയില്ലാത്ത ഒരേ ഒരുവനേ ഉള്ളൂ. അതാരാണ്? അല്ലാഹു മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അല്ലാഹുസ് സമദ്, അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരും അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയൻ എന്നർത്ഥം. ഒരാളെയും ആശ്രയിക്കേണ്ട, അവലംബിക്കേണ്ട, ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തവൻ. അതാണ് സ്വമദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. അല്ലാഹു അവൻ അസ്വമദു, ആരാണ്? നിരാശ്രയനാണ്. മലയാള വാക്കൊന്നും അതിന് ഫിറ്റല്ല അല്ലേ? ആ അറബിയിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾക്കൊന്നും ചില മലയാള പദങ്ങൾ അതിന് അനുയോജ്യമല്ല എന്ന് തന്നെ പറയാം. അല്ലാ എന്നുള്ളതിന് ദൈവം എന്നൊരാൾ അർത്ഥം വെച്ചാൽ അത് ഫിറ്റല്ല. ആണോ? കാരണം ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പറയണ്ട്. കല്ല്, കരട്, കാഞ്ഞീര്, കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പ് വരെ ലോകത്ത് ദൈവമാണ്. അവിടെ അല്ലാന്ന് പറയാൻ പറ്റുമോ? ദൈവം എന്നുള്ള ആ വേർഡ് പോലും അല്ലാഹ് എന്നുള്ളതിനോട് യോജിച്ചതല്ല. മനസ്സിലായില്ലേ? ജീവനില്ലാത്ത കല്ലും ദൈവമാണ് ചിലർക്ക്, ഇഴഞ്ഞു പോകുന്ന പാമ്പ് ചിലർക്ക് ദൈവമാണ്, നക്ഷത്രം ചിലരുടെ ദൈവമാണ്, സൂര്യൻ ദൈവമാണ്, ചന്ദ്രൻ ദൈവമാണ്. ആ പദം തന്നെ അല്ലാഹ്ക്ക് ഉപയോഗിച്ച് പറയാൻ പറ്റുമോ? ചിന്തിക്കണം. അല്ലാഹ്, അല്ലാഹു സമദ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പരമാവധി എന്തേ പറയാവൂ? അല്ലാഹുവിന് സ്തുതി, അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. പരമാവധി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പാടുള്ളൂ. അല്ലാഹു സമദ്, അല്ലാഹു ഒരാളെയും ആശ്രയിക്കാത്തവനാണ്, സർവവും അവനെ ആശ്രയിക്കുന്നവരുമാണ്, എല്ലാം തന്നെ അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവയുമാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല. ലം യലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല. അല്ലാഹു ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടവനുമല്ല, ആരുടെയും മകനായിട്ടോ സന്താനമായിട്ടോ പിറന്ന ആളുമല്ല. ആര്? അല്ലാഹു. സന്താനമായി പിറന്ന ആളല്ല. അങ്ങനല്ലേ ലോകത്തെ ചില ആളുകള് ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണ് എന്നാണ് വിശ്വാസം. പുത്രനും ദൈവമാണ്. ആലോചിച്ച് നോക്കൂ, പുത്രനും പിതാവും എല്ലാം ഒരേ സമയം ദൈവമാണ് എന്നുള്ളതല്ലേ? അങ്ങനെയാണ് വിശ്വാസം. ലം യലിദ്, ഇവിടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത്തരം ബഹുദൈവത്വങ്ങളെ ഇല്ലാതാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തിൽ അനുയോജ്യമായ വിശേഷണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലം യലിദ്, അവൻ ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. മനസ്സിലായില്ലേ? അവൻ പ്രസവിച്ചിട്ടില്ല എന്നർത്ഥം പറയാം. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ഒന്നുമേ ഇല്ല, ഒരാളുമേ ഇല്ല. അല്ലാഹുവിന് പങ്കു ചേർക്കാൻ ആരും തന്നെ ഇല്ല എന്നാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നതിന്റെ വിവക്ഷ. ഇനി നമുക്ക് ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലത്തിലേക്ക് കിടക്കാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ബഹുദൈവാരാധകരായ മക്കാ നിവാസികൾ മുശ്രിക്കീങ്ങൾ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു, യാ മുഹമ്മദ് ഉൻസുബ് ലനാ റബ്ബക, ഉൻസുബ് ലനാ റബ്ബക, നിന്റെ റബ്ബ് ആരാണ് അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണം. ഉൻസുബിന്റെ നസബ വിശദീകരിച്ച് പറഞ്ഞു തരണം. കുടുംബം എങ്ങനെയാണ് ഉണ്ടായത്, ഏത് രൂപത്തിലാണ് വന്നത് എന്ന് പറഞ്ഞു തരണം എന്നാണ് അതുകൊണ്ടുള്ള വിവക്ഷ. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മറ്റൊരു വിശദീകരണ പ്രകാരം ഈ സൂറത്ത് ഇറക്കപ്പെടാനുള്ള കാരണം ജൂതന്മാർ പറഞ്ഞു, നഅബ്ദു ഉസൈർ ഇബ്നല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ മകനായ ഉസൈറിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ബനൂ ഇസ്രായേലിൽ ജീവിച്ച സാത്വികനായ ഒരാളായിരുന്നു ആര്? ഉസൈർ. ഈസാ നബി അലൈഹിസ്സലാമിനെ നസാറാക്കൾ എങ്ങനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞോ അപ്രകാരം ജൂതന്മാർ വിശ്വസിച്ചിരുന്നു ആരെ? ഉസൈറിനെ. ഉസൈർ മഹാനാണ്, ഉസൈർ സാലിഹാണ്, സാത്വികനാണ്. പക്ഷെ ആ ഉസൈറിനെ ദൈവപുത്രനാക്കി അവർ വിശ്വസിച്ചു. ഉസൈർ, ഞങ്ങൾ ആ ഉസൈറിനെ ആരാധിക്കുന്നു. നസാറാക്കൾ പറഞ്ഞു, ഞങ്ങൾ നഅബ്ദു ഈസ ഇബ്ന മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ. മജൂസികൾ പറഞ്ഞു, ഞങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നു. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, നഹ്നു നഅബ്ദുൽ ഔസാൻ, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. ഇങ്ങനെ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് സകല മത തത്വങ്ങളുടെയും അടിസ്ഥാനം. ഇസ്ലാം അല്ലാത്ത സകല തത്വങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ബഹുദൈവത്വം കാണാൻ സാധിക്കും. ഇങ്ങനെ നസാറാക്കളും ജൂതന്മാരും മജൂസികളും മുശ്രിക്കുകളും ഒക്കെ വാദിച്ചപ്പോഴാണ് ഈ ഖുർആനിക സൂക്തമിറ സൂറത്ത് ഇറങ്ങിയത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധമായ ഖുർആനിലെ ഈ ചെറിയ സൂറത്തിന് വലിയ മഹത്വമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, മൻ ഖറഅ ബിഖുൽ ഹുവല്ലാഹു അഹദ് ഫകഅന്നമാ ഖറഅ ബിസുലുസിൽ ഖുർആൻ. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കഴിഞ്ഞാൽ അവൻ ഖുർആനിന്റെ 1/3 ഓതിയതുപോലെയാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരാൾ 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഒരു ഖത്മ ഓതിയ ഖുർആൻ ഒരു ഖത്മ ഓതിയതുപോലെയാണ് എന്നർത്ഥം. അത്രത്തോളം പവറാണ് ഈ സൂറത്തിന് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരാൾ ഫാത്തിഹ തുടങ്ങി അലിഫ് ലാം മീം തുടങ്ങി അങ്ങനെ സ്വന്തമായിട്ട് ഖുർആൻ ഖത്മ തീർക്കുന്ന അതേ രൂപമാണ് 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലിയാൽ എന്നല്ല. പക്ഷേ ഖുൽ ഹുവല്ലാഹു അഹദിന് അത്ര വലിയ പവറുണ്ട്, മഹത്വമുണ്ട് എന്നതാണ് 3-ൽ 1 സ്ഥാനം. കാരണം എന്താണ്? കാരണം പരിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്നത് ഒരു ഭാഗം തൗഹീദാണ്, മറ്റൊന്ന് ഇബാദത്താണ്, മറ്റൊന്ന് ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസ കാര്യങ്ങളാണ്. ഖുർആനിലുള്ളത് 3. ഒന്ന് തൗഹീദ്. തൗഹീദ് എന്നാൽ എന്താ അർത്ഥം? എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ മതിയോ? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകദൈവ വിശ്വാസം, അല്ലാഹു ഏകനാണ് എന്നുള്ള ദൃഢമായ വിശ്വാസം തൗഹീദ്. 2 ഇബാദത്ത്. പിന്നെ ഖുർആൻ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇബാദത്താണ്. 3-മത് ചർച്ച ചെയ്യുന്നത് ആഖിറത്തിലെ വിഷയങ്ങളാണ്. ആഖിറത്തുമായി ബന്ധപ്പെട്ട സ്വർഗവും നരകവും മറ്റ് വിശ്വാസ കാര്യങ്ങളുമാണ്. മനസ്സിലായി കാണും. ഖുർആനിന്റെ 3 പാർട്ട് വിഷയങ്ങളെ കുറിച്ച് അപഗ്രഥനം ചെയ്യുമ്പോ ആ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം തൗഹീദ്,
വിശ്വാസപരമായ ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യങ്ങൾ ഇബാദത്തുകളെ കുറിച്ചുള്ള വിശദീകരണം. മൂന്നാമത്തെ വിഷയം ആഖിറത്തിലെ സ്വർഗം നരകവും മറ്റു വിചാരണയും ഒക്കെ സംബന്ധിച്ചുള്ള വിശദീകരണം. ഈ മൂന്ന് ഭാഗങ്ങളിൽ തൗഹീദ്, ആ തൗഹീദിന്റെ രത്ന ചുരുക്കം എന്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിൽ വ്യക്തമാക്കി പറയുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം തൗഹീദ് ചർച്ച ചെയ്തു എന്നുള്ളതാണ് എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ഖുർആനിന്റെ മൂന്നിൽ ഒന്ന് ഏതിലടങ്ങിയിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. മറ്റൊന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആദ്യത്തിൽ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ മഹത്വമുള്ള, വലിയ മഹത്വമുള്ള സൂറത്തായതുകൊണ്ടാണ്. കാരണം അചഞ്ചലമായ വിശ്വാസത്തെ സത്യവിശ്വാസിയുടെ മനസ്സിൽ രൂഢമൂലമാക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള കലർപ്പില്ലാത്ത ദൃഢതയാണ്, ദൃഢമായ വിശ്വാസമാണ്. മസ്ജിദ് ഖുബായിലെ ഒരു ഇമാം, മസ്ജിദ് ഖുബാ, ഏതാ മസ്ജിദ് ഖുബാ? മദീനയിൽ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബാ. എന്റെ പള്ളി എന്ന് നബിയുനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് മദീനയിൽ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് ഒന്നു എടുത്തു വരികയും എന്റെ മസ്ജിദ് ഖുബായിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തുവോ അവർക്ക് ഒരു ഉംറയുടെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മഹത്വമുള്ള പള്ളിയാണ്. ഉംറക്കും ഹജ്ജിനൊക്കെ പോയവർ അവിടെ പോവാതിരുന്നിട്ടുണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പോയിട്ടില്ലാത്തവർക്ക് റബ്ബേ നീ അതിനുള്ള തൗഫീഖ് എത്രയും പെട്ടെന്ന് എത്തിക്കണേ തമ്പുരാനെ. അവിടെ ചെന്ന് ആ അനുഗ്രഹത്തിന് സാക്ഷിയാവാൻ സാധിച്ചവർക്ക് വീണ്ടും അതിനുള്ള അവസരങ്ങൾ നൽകണേ അല്ലാഹ്. മസ്ജിദ് ഖുബാ, ആ മസ്ജിദ് ഖുബായിലെ ഇമാം, മസ്ജിദ് ഖുബായിലെ ഇമാം ഒരു സഹാബിയാണ്, അൻസാരിയായ സഹാബിയാണ്. അൻസാരിയായ സഹാബി ഇമാമത്ത് നിൽക്കുകയാണ്. എല്ലാ വഖത്തിലും ഓരോ സൂറത്തുകൾ ഓതുമെങ്കിലും ആ സൂറത്തുകളൊക്കെ ഓതുന്നതിന് മുമ്പ് ഏത് ഓതും? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുമായിരുന്നു ആ സഹാബി. ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ഓതണ്ടേ? ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സൂറത്ത് ഓതും. ഓതുകയാണ്, അല്ലെങ്കിൽ സൂറത്തുൽ ഖാരിയ ഓതുകയാണ്. ഏത് സൂറത്ത് ഓതുകയാണെങ്കിൽ അതിന് മുമ്പ് ഏത് സൂറത്ത് ഓതും? ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ഉൾപ്പെടെ 2 സൂറത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുമായിരുന്നു ഈ അൻസാരിയായ സഹാബി. ഏത് പള്ളിയില്? മസ്ജിദ് ഖുബായിൽ. ഏതാ പള്ളി? മസ്ജിദ് ഖുബാ. മസ്ജിദ് ഖുബാ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നു. മസ്ജിദ് ഖുബായിൽ വെച്ച് ഇമാം ഇങ്ങനെ ഓതിക്കൊണ്ട് ഓരോ വഖത്തിലും ഓതും. ഇത് ആളുകളുടെ ചർച്ചയായി. സ്വാഭാവികമായി ചർച്ചയാവുമല്ലോ. അപ്പോൾ എന്തിനാ അങ്ങനെ ഓതുന്നത് എന്ന് ചോദിച്ചു ചില ആളുകള്. അപ്പോൾ മഹാനായ അൻസാരിയായ സഹാബി പറഞ്ഞു, എനിക്കത് ഒഴിവാക്കാൻ പറ്റൂല. എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാമത്തിൽ നിന്ന് പിരിച്ചുവിടാം. പക്ഷേ ഞാൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത് ഒഴിവാക്കില്ല. പക്ഷെ ഇമാമത്തിൽ നിന്ന് പിരിച്ചിടാൻ പറ്റൂല. കാരണം അത്ര വലിയ മഹത്വത്തിന്റെ ഉടമയാണ് അൻസാരിയായ സഹാബി. ഏറ്റവും വലിയ പ്രഗൽഭനാണ്. പക്ഷേ പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബായിലെത്തി. നബി തങ്ങൾക്ക് ശേഷമല്ല ഈ ചരിത്രം. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബായിലെത്തി. ആ ഖുബാ പള്ളിയിലെത്തിയപ്പോൾ അവിടെയുള്ള സഹാബാക്കൾ, അവിടെയുള്ള മഅ്മൂമിങ്ങളായി നിന്നിരുന്നവർ പറഞ്ഞു, നബി തിരുമേനിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടുത്തെ ഇമാമ് ഇന്നാലിന്ന ഇമാമ് ഇപ്രകാരം ചെയ്യുന്ന ഫാത്തിഹ കഴിഞ്ഞാൽ മറ്റേത് സൂറത്ത് ഓതുന്നതിന് മുമ്പും എല്ലാ വഖത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കേട്ടപ്പോൾ ഹബീബുന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിയായ സഹാബിയെ വിളിച്ചു, ഇമാമത്ത് നിൽക്കുന്ന സഹാബിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, സഹോദര, എന്തിനാണ് ഇപ്രകാരം ചെയ്യുന്നത്? എന്തിനാണ് ഇപ്രകാരം ഓതിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ സഹാബി പറയുകയാണ്, എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനോട് വലിയ ഇഷ്ടമാണ്, വല്ലാത്ത താല്പര്യമാണ്. ഇഖ്ലാസ് സൂറത്തിനോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. നിങ്ങൾക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് കാരണം അല്ലാഹു നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. എനിക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടമാണ്. എന്താ ഇഷ്ടത്തിന്റെ കാരണം? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹ് അവനെ കുറിച്ചുള്ള സിഫത്തുകളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മറ്റൊരിക്കൽ ഉബൈദ് ബിൻ ഹുനൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ കേട്ടു എന്ന് മഹാനായ ഉബൈദ് ബിൻ ഹുനൈൻ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്, ഇതാ നിർബന്ധമായിരിക്കുന്നു എന്നർത്ഥം. വജബത്ത് എന്ന് പറഞ്ഞ അർത്ഥം നിർബന്ധമായിരിക്കുന്നു. ഖുൽതു വമാ വജബത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ വജബത്, എന്താണ് നബി അങ്ങ് വജബത്ത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം? ഖാല അൽ ജന്ന, സ്വർഗമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയത് കൊണ്ട് ഇതാ ഈ സഹോദരൻ, ഈ സഹാബി സ്വർഗത്തിൽ കടന്നിരിക്കുന്നു. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നിരവധി സംഭവങ്ങളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ അബൂ ദർ റളിയല്ലാഹു അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് പുണ്യ നബിയോടൊപ്പം ആരുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ അകലെ നിന്ന് കടന്നു വരികയാണ് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് ജീവിച്ച് ദുനിയാവിനെ മറന്ന് വഫാത്താവുന്ന വേളയിൽ കഫംപുടയായിട്ട് അണിയാൻ വരെ വസ്ത്രം തന്റെ മുതലിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നില്ല. ആ വിധത്തിൽ ഏറ്റവും വലിയ ലാളിത്യത്തിന്റെ പ്രതീകമായി ജീവിച്ച അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അതങ്ങനെ പ്രകൃതിയായി തീർന്നതല്ല, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് ആയിത്തീർന്നതാണ്. ആ അബൂ ദർ റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് കടന്നു വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഇതാ അബൂ ദർ കടന്നു വരികയാണ്. ആരാ പറയണത്? ആരോട് പറയുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബിയെ കുറിച്ച് ഇങ്ങനെ പറയാണത്. അബൂ ദർ കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതമായി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് അബൂ ദറിനെ അറിയുമോ? അബൂ ദറിനെ ഇത്രമാത്രം പരിചയമോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോട് ചോദിച്ചു? ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു,
നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ അബൂദറിന് ഉണ്ടാവുള്ള സ്ഥാനത്തേക്കാൾ ഏറ്റവും വലിയ സ്ഥാനം ഞങ്ങൾ മലക്കുകളുടെ കൂട്ടത്തിൽ അബൂദറിനുണ്ട്. മലക്കുകൾക്കിടയിൽ അബൂദറിന്, മനുഷ്യർക്ക് നിങ്ങൾ മനുഷ്യ വിഭാഗങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ വലിയ സ്ഥാനമാണ്, വലിയ പ്രസക്തിയാണ്, വലിയ പ്രശസ്തിയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹ് ആരാ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം. പുണ്യനബി ചോദിച്ചു, എന്താണ് അതിനുള്ള കാരണം ജിബ്രീൽ? അബൂദർ റളിയല്ലാഹു അൻഹുവിന് ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ ഇത്ര വലിയ സ്ഥാനമുണ്ടാവാൻ കാരണം എന്താണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലിസിഗരി നഫ്സിഹി ലിസിഗരിഹി ഫീ നഫ്സിഹി വകസറത്ത് ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹ്, എന്താ മലക്കുകൾക്കിടയിൽ അബൂദറിന് സ്ഥാനം ഇത്ര കിട്ടാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ എളിമയാണ്. സ്വന്തം മനസ്സിൽ അബൂദർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് ഏറ്റവും വിനയത്തിന്റെ രൂപത്തിലാണ്. സ്വന്തത്തെക്കുറിച്ചുള്ള ആ ചിന്ത, ഞാൻ ഏറ്റവും ചെറിയ ആളാണ്. ആ എളിമയാണ് ഈ പ്രശസ്തി കിട്ടാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം സൂറത്ത് ധാരാളമായി ഓതുന്ന കാരണത്താലുമാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ സ്ഥാനം ആകാശലോകത്ത് മലക്കുകൾക്കിടയിലുള്ളത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു അബൂദർ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്ന സ്വർഗം നമുക്ക് പെരുമാറാവട്ടെ. ആലോചിച്ചു, എന്താ കാരണം? എളിമയുടെ ആ മനസ്സാണ് എന്നർത്ഥം. ഞാൻ അങ്ങനെ വലിയ യോഗ്യനും വലിയ പ്രതാപിയും ആ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിജയിച്ചത്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിച്ചത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരല്ലേ? എന്നിട്ടും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ വാനലോകത്തുകൂടെ പറന്നു പോകുന്ന പക്ഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതെന്താ? പക്ഷി, നീ എത്ര ഭാഗ്യം ചെയ്ത സൃഷ്ടിയാണ്. റബ്ബ് എത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ സൃഷ്ടി വൈഭവങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറ മുഴുവൻ കണ്ടാസ്വദിക്കാൻ നിനക്ക് അല്ലാഹു സൗഭാഗ്യം തന്നിട്ടില്ലേ? ഈ മാമലകളും അരുവികളും ഈ വൃക്ഷവിനോദാദികളുമെല്ലാം കണ്ട് ആസ്വദിക്കാൻ എത്ര സുഖകരമായ അന്തരീക്ഷമാണ് അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളത്. നിനക്ക് നാളെ വിചാരണയില്ലല്ലോ. ഈ പാവം സിദ്ദീഖിന് നാളെ വിചാരണ നേരിടേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വിനയ സ്വഭാവം, അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതിരിക്കുന്നവർക്കാണ് സ്വർഗമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. ആഖിറത്തിലെ സ്വർഗ്ഗവീട് ആർക്കുള്ളതാണ്? നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി, ഭൂമിയിൽ അഹങ്കാരം ഉദ്ദേശിക്കാത്തവർക്കുള്ളതാണ്. ലാ യുരീദൂന, അഹങ്കരിക്കാത്തവർക്കെന്നല്ല, അഹങ്കാരം ഉദ്ദേശിക്കുക പോലും മനസ്സിന് തോന്നുക പോലും ചെയ്യൂല. ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കൂല. ഭൂമിയിൽ ഒരു ഫിത്നയോ ഫസാദോ ആഗ്രഹിക്കില്ല. ഇബാദത്തുകളിലായി ജീവിതം കൊണ്ട് നടക്കും. കിബിറില്ലാത്ത നമീമത്തോ ഫിത്നയോ ഫസാദില്ലാതെ ജീവിക്കുന്ന വിനയമുള്ളവരാര്? അവർക്കാണ് നാളെ സ്വർഗം നാം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചക തിരുമേനി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി തവണ ഈ സൂറത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതിത്തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സഹാബത്ത് പറഞ്ഞു, എങ്ങനെ സാധിക്കാൻ? അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ സൂറത്ത് 3 തവണ ഓതിയാൽ ഒരു ഖത്മ് തീർക്കുന്ന കൂലി ലഭ്യമാകുന്നതാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരവധി പേരുകളാണ്, നിരവധി നാമങ്ങളാണ് ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. മഹാന്മാർ പഠിപ്പിക്കുന്നത് 20ഓളം പേരുകൾ ഈ സൂറത്തിനുണ്ടെന്നാണ്. 20ഓളം പേരുകൾ, 20ൽ പരം നാമങ്ങൾ എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലത് പറയാം. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ സമദ്, സൂറത്തുൽ നജാത്ത്, സൂറത്തുൽ വിലായ, സൂറത്തുൽ മഅരിഫ, സൂറത്തുൽ ജമാൽ, സൂറത്തുൽ നൂർ, ഇങ്ങനെ നിരവധി പേരുകൾ ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ് അത് പറയാനുള്ള കാരണം അഖ്ലസഹല്ലാഹു ലിനഫ്സിഹി, ഈ സൂറത്ത് അല്ലാഹു അവനെ കുറിച്ച് മാത്രം പറയാൻ തെരഞ്ഞെടുത്തു. ഇഖ്ലാസിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ. ഇഖ്ലാസിന്റെ അർത്ഥം പറഞ്ഞു. ഇഖ്ലാസ് പറഞ്ഞാൽ തനിച്ചാക്കുക എന്നാണ്. അല്ലാഹു അവനെ സംബന്ധിച്ച് മാത്രം പറയാനാണ് ഈ സൂറത്ത് ഉപയോഗപ്പെടുത്തിയത്. ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ പറഞ്ഞു അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അവനെ കുറിച്ച് മാത്രം പറയാനാണ് ഈ സൂറത്ത് തെരഞ്ഞെടുത്തത്. അക്കാരണത്താലാണ് തനിച്ചാക്കുക എന്നർത്ഥത്തിലുള്ള ഇഖ്ലാസ് എന്നുള്ള പദം ഈ സൂറത്തിന്റെ നാമകരണമായി നൽകപ്പെട്ടിട്ടുള്ളത്. സൂറത്തു സമദ്, സമദ് എന്ന വിശേഷണം ആർക്ക് മാത്രം പറയാവുന്നതാണ്. അല്ലാഹുവിന് മാത്രം. ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവൻ ആരാണ്? അല്ലാഹു മാത്രമാണ്. എന്നാൽ എല്ലാവരും സർവവും അവനെ ആശ്രയിച്ച് ജീവിക്കുകയും വേണം. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിന് സൂറത്തു സമദ് എന്ന പേരും സൂറത്തുൽ നജാത്ത്. ഈ സൂറത്ത് പതിവാക്കിയ ആളുകൾക്ക് എല്ലാവിധ കുഫറിൽ നിന്നും അവിശ്വാസത്തിന്റെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് സൂറത്തുൽ വിലായ, മൻ ഖറഅഹാ സാറ മിൻ ഔലിയാഇല്ലാഹ്. ആര് ഈ സൂറത്ത് പതിവാക്കി ഓതുന്നുവോ അവൻ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് സൂറത്തുൽ വിലായ എന്നും ഈ സൂറത്തിന് പേരുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. സൂറത്തുൽ മഅരിഫ, ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റജുലൻ സ്വല്ലാ ഫഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫഖാല النبي صلى الله عليه وسلم هذا إن هذا عبد عرف ربه. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാളിങ്ങനെ നിസ്കരിക്കുന്ന ആ ആള് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ നബി തിരുമേനി പറയുകയാണ്, ഈ ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലാഹുവിനെ യഥാവിധി മനസ്സിലാക്കിയ ആളാണ്. റബ്ബിനെ യഥാവിധി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പതിവായി ഓതിക്കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ് എന്തിൽ പറയുന്നത്? ആ സൂറത്തിൽ പറയുന്നത്. സൂറത്തുൽ ജമാൽ, ജമാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സൂറത്തുൽ ജമാൽ. ഈ സൂറത്തിൽ അല്ലാഹുവിന്റെ ഭംഗി പറയുകയാണ്. അവനോട് ഒന്നും തുല്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ അലങ്കാരമാണ്, റബ്ബിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ട് ഈ സൂറത്തിന് എന്ത് പേരുണ്ട്? സൂറത്തുൽ ജമാൽ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സൂറത്തുൽ ജമാൽ എന്നും പേരുണ്ട്. എന്തിനാ അങ്ങനെ കൂടുതൽ പേരുകൾ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുകയാണ്. ആ സൂറത്തിൽ പറയപ്പെട്ട ആശയത്തിന്റെ ഗാംഭീര്യത്തെ പഠിപ്പിക്കാനാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹുവിനെ സംബന്ധിച്ച് മുത്തുനബി പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, നിശ്ചയം അല്ലാഹു ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമാൽ,
അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ആ ഭംഗി വിവരിക്കപ്പെട്ടതും ഈ സൂറത്തിലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഭംഗിയുള്ളവനാണ്. അതെപ്പോഴാ പുണ്യനബി പറഞ്ഞത്? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമിതവ്യയം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോ ഒരു സഹാബി ചോദിക്കുകയാണ്, ഒരാൾക്ക് നല്ലൊരു ഡ്രസ്സ് ധരിക്കാൻ അതിന് കഴിവൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് ധരിക്കുന്നത് അത് അമിതവ്യയമാകുമോ, അത് അഹങ്കാരത്തിന്റെ ഭാഗമാകുമോ? അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് അങ്ങനെ നല്ല ഒരു വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട്, ഭംഗിയുള്ളൊരു വസ്ത്രം ധരിച്ചു, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. നിശ്ചയം അല്ലാഹു ഭംഗിയുള്ളവനാണ്, അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളുണ്ടാവും ഇങ്ങനെ വസ്ത്രമൊക്കെ മുഷിഞ്ഞൊക്കെ നടക്കുന്നവർ. അതാണ് ഇസ്ലാം എന്ന് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടോ? ഇസ്ലാം നല്ല വൃത്തിയുടെ മതമാണ്. വൃത്തിയും വെടുപ്പുമുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം വൃത്തിയാക്കുന്നതിന്റെ പ്രാധാന്യം ഇത്ര വലുതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധിയും ബാഹ്യമായ ശുദ്ധിയും അതിൽ ഉൾപ്പെടുന്നു. ഒരു ദുർഗന്ധം പോലും ഉണ്ടാവാൻ പാടില്ല. ആ ദുർഗന്ധത്തോടുകൂടെ പള്ളിയിൽ കടക്കുന്നത് അത് കറാഹത്താണ്, തെറ്റാണ്. ഉള്ളി തിന്നിട്ട് പോലും പള്ളിയിൽ കടക്കരുത് എന്നല്ലേ? എന്തുകൊണ്ടാണ്? ദുർഗന്ധം ഉണ്ടാകുന്നൊരവസ്ഥ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. വസ്ത്രവും വേഷവും ഒക്കെ എന്ത് വേണം? ഏറ്റവും നല്ല വൃത്തിയിലാവണം. അത്തഹൂറു ശത്റുൽ ഈമാൻ, അത്തഹൂറു ശത്രുൽ ഈമാൻ. സുഗന്ധം പുരട്ടലും വൃത്തിയുള്ള വസ്ത്രം ധരിക്കലും അത് കൽബിന് കുളിർമ നൽകുന്നതും നിന്റെ ബുദ്ധിക്ക് വികാസം തരുന്നതുമാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ വൃത്തി ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. വീട്ടിലും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തുമെല്ലാം തന്നെ വൃത്തിയുള്ള രീതി അത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ ഈ സൂറത്തിന്റെ പേര്, അതാണ് നമ്മുടെ ചർച്ച, സൂറത്തുൽ ജമാൽ. അത് പറയാനുള്ള കാരണം ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്. ഇവിടെ ഇതാ റബ്ബിന്റെ ഭംഗിയെ സംബന്ധിച്ച് അവൻ ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നു. മറ്റൊരു പേര് സൂറത്തുൻ നൂർ. നൂർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നൂർ, വെളിച്ചം, പ്രകാശം. കാരണം അല്ലാഹ് ലിന്ന ലികുല്ലി ശൈഇൻ നൂറാ വനൂറുൽ ഖുർആനി ഖുൽ ഹുവല്ലാഹു അഹദ് മുഹമ്മദ് മുസ്തഫ. എല്ലാ വസ്തുവിനും ഒരു വെളിച്ചമുണ്ട്, ഒരു പ്രകാശമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഖുൽ ഹുവല്ലാഹു അഹദാൻ, ആ സൂറത്താണ്. കാരണം അല്ലാഹുവിലുള്ള വിശ്വാസമല്ലേ ഈമാനിന്റെ ഇസ്ലാമിന്റെ അടിത്തറ. ആ അല്ലാഹു അവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി كمشكاة فيها مصباح المصباح في زجاجة والزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية. തുടങ്ങിയ ആയത്ത് നമുക്കറിയാം. ആ ആയത്തിന്റെ തുടക്കം തന്നെ എന്താ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്, നൂറാണ്. അതുകൊണ്ട് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശമാണെന്ന് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? സൂറത്തുൻ നൂർ. അല്ലാഹു തആല നമുക്ക് ഖുർആനിന്റെ മഹത്വം യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് ഓതേണ്ട നിരവധി സ്ഥലങ്ങൾ ഇവിടെ പതിവാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ എന്ത് ഓതണം? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണമെന്ന് നമ്മൾ പറയുകയുണ്ടായ ഹദീസ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് മുമ്പേയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ
സാധാരണ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ ഏത് മോദിയിരുന്നു? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മോദിയിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിന്റെ പ്രാധാന്യം പറയുന്നിടത്ത് ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ രണ്ടാമത്തെ റക്അത്തുകളിൽ ഏത് ഓതണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണമെന്ന്. ഒരു യാത്രക്ക് പുറപ്പെടാൻ യാത്രക്കാരന്റെ നിസ്കാരം, യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യ റക്അത്തിൽ ഓതേണ്ടത് ഏതാണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാം റക്അത്തിൽ ഓതൽ സുന്നത്ത് ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഇസ്തിഖാറത്ത് നിസ്കാരം, ഖൈറിനെ തേടിയുള്ള നിസ്കാരം, അതിനാണെന്ത്? ഇസ്തിഖാറത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരത്തിലും ആദ്യ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ് ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടതെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ്. തവാഫിന്റെ 2 റക്അത്ത് നിസ്കാരം, ഒരാൾ 7 തവണ കഅബ ചുറ്റി തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ തൊട്ട് പിന്നിൽ നിന്ന് സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും അഫ്ളലായ രൂപം അതാണ്. അവിടെ നിന്ന് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഏറ്റവും പവിത്രമായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ്. ഒന്ന് ഏത്? ഈ തവാഫിന്റെ 2 റക്അത്ത് നിസ്കാരം. അതിലും ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനാണെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത്രയും വലിയ പ്രാധാന്യം ഈ സൂറത്ത് ഓതുന്ന കാര്യത്തിലും നൽകപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ആ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാൻ ഈ സൂറത്തുമായുള്ള ആ അടുപ്പം നമ്മൾ കൂടുതലാക്കുകയും വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നുകൂടെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, ഹുവ അവൻ, അഥവാ അല്ലാഹു അഹദുൽ. അഹദ് എന്ന് പറഞ്ഞാൽ അവൻ ഒരുവനാകുന്നു, ഏകനാകുന്നു. അല്ലാഹു അഹദ് പൂർണ്ണതയുടെ ഒരു വിശേഷണമാണ് അഹദ് എന്നുള്ളത്. ഒരുവനാണ്, ഏകനാണ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണ്. അവനോട് മറ്റൊരാളെ പങ്കുകാരനാക്കാനും പറ്റില്ല. അവന്റെ ഘടന മറ്റൊരാൾക്കില്ല. അവന് ഇണയില്ല, പങ്കാളിയില്ല, ആരുമേ പങ്കാളിയില്ല. അവൻ ഏകനാണ്. മറ്റൊരാളോടും ആ രൂപത്തിൽ ചേർത്ത് പറയാനും പറ്റില്ല. ഒരു മന്ത്രിയെ കുറിച്ച് അൽ വസീറുൽ അഹദ് എന്ന് പറയാൻ പറ്റൂല. മന്ത്രി അവൻ ഏകനാകുന്നു, അവന്റെ പ്രതാപത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലേ? നമ്മൾ ഏകാധിപതി എന്നൊക്കെ പറയും, ഏകാധിപതി എന്നൊക്കെ പ്രയോഗിക്കും. പക്ഷെ അതൊരു യോജിച്ച രീതിയാണോ? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ്. ആ ഏകത്വം എന്നുള്ളത് മറ്റൊരാളിലേക്കും ചേർത്ത് പറയാൻ പറ്റില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയൂ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അഥവാ അല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. സമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയനാണ്. ഒരാളെയും ആശ്രയിക്കാതെ ആശ്രയിക്കാത്തവനാണ്. ആശ്രയിക്കുക എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുക. എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനുമാണ്. എല്ലാവരും അവനിലേക്ക് ആവശ്യമായവനുമാണ്. മറ്റൊരു വ്യാഖ്യാനം ഹുവല്ലദീ ലാ യഅകുലു തആമ വലാ യശ്റബു ശറാബ്. അല്ലാഹുവിനൊരു ഭക്ഷണവും വേണ്ട, ഒരു വെള്ളവും ആവശ്യമില്ല, മറ്റു സൃഷ്ടിജാലങ്ങളുടെ ഒരാവശ്യവും നിർവഹിക്കേണ്ടതില്ല. അല്ലെ? ഒരാൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത തിന്നലും കുടിക്കലും അല്ലെ? തിന്നാനും കുടിക്കാനും ഏതൊരാൾക്കും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം വരുന്നു. കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു. വിത്ത് ഇടുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. എങ്കിൽ അല്ലാഹുവിന് അങ്ങനെയുള്ള ഒരു ആശ്രയവും ഇല്ല. അല്ലാഹു സമദ്, അല്ലാഹു സമദ്. സമദ് തന്നെ പറയണം.
സമദ് എന്ന് പറഞ്ഞ പോരാ. അല്ലാഹു സമദ് ലം യലിദ്, അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. ലൈസ ലഹു വലദുൻ വലാ വാലിദുൻ വലാ സാഹിബ, അല്ലാഹുവിനൊരു സന്താനമില്ല, ഒരു പിതാവില്ല, ഒരു മാതാവില്ല. അങ്ങനെ ഒന്ന് ചേർത്ത് പറയുന്നതും ഒരിക്കലും യോജിച്ചതല്ല. വലം യൂലദ്, അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല. അങ്ങനെ ഒരാളുടെ സന്താനമാണെന്ന് പറഞ്ഞാൽ അയാളുടെ കീഴിലാണെന്നല്ലേ? അല്ലേ? ഞാൻ എൻ്റെ ഉപ്പയുടെ സന്താനമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും മേലെയാണ്. അപ്പൊ അല്ലാഹു ഒരാളുടെ സന്താനമായി വന്നു എന്ന് പറഞ്ഞാൽ അത് ദിവ്യത്വത്തോട് യോജിച്ചതല്ല, ഇലാഹാവാൻ ഒരിക്കലും യോജിച്ച കാര്യമല്ല. അവിടെയാണ് നസാറാക്കൾ ഇസ്ലാമിക വിശ്വാസവും തമ്മിലുള്ള പ്രധാന അന്തരം തന്നെ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അല്ലെ, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൈവത്തിന്റെ പുത്രനാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബി അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമാണ്. ആ ദിവ്യത്വം ഉള്ള ആള് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരാളുടെ ജനനത്തിന് വിധേയമായി എന്ന് പറഞ്ഞാൽ അയാൾ ആ ജനിപ്പിച്ച ആളെ ഡിപ്പെൻഡ് ചെയ്തു എന്നല്ലേ, അവലംബിച്ചു എന്നല്ലേ? അതുകൊണ്ട് തന്നെ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായിട്ട് ഒരാളുമില്ല തന്നെ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവേ ഇല്ല. ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ കുറിച്ച് മനസ്സിൽ ഒരു തോന്നൽ പോലും പാടില്ല ഇന്ന രൂപത്തിലാണെന്ന്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന രൂപത്തിലല്ല അല്ലാഹു. മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് വരുമല്ലോ. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ വിശേഷണങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവിടുത്തെ തൊലിയുടെ നിറം, അവിടുത്തെ കണ്ണുകൾ, താടിരോമങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ നടപ്പം എങ്ങനെയായിരുന്നു, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹാബത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു നടന്നിരുന്നത്, നടന്നു പോകുമ്പോൾ അവരുടെ രണ്ട് കാൽപാദത്തിനിടയിൽ എത്ര വിടവുണ്ടായിരുന്നു എന്നുവരെ സഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യനബിയെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോ മനസ്സിലൊരു സങ്കല്പം വന്നേക്കാം. എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു രൂപത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ വല്ലതും തോന്നുന്നുവെങ്കിൽ ആ രൂപം അത് അല്ലാഹുവാണ് എന്ന് ചിന്തിക്കാനേ പാടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യമായി ഒന്നുമേ ഇല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഴത്തിലിറങ്ങി റബ്ബേ നീ ഇന്ന രൂപ ഇന്ന വിശേഷണത്തിന്റെ ഉടമയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതുകൊണ്ട് മനസ്സിന് ദൃഢമാക്കിയിട്ട് നമ്മൾ ഓതുക. ഒന്നിച്ച് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നാളെ ശഫീആണ് ഖുർആൻ, നിങ്ങൾക്കുള്ള ശുപാർശകനാണ് ഖുർആൻ എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ഖുർആനുമായി ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഖുർആൻ നമുക്ക് അനുകൂലമായി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അല്ലാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇടക്ക് ഓതിക്കൊണ്ടേയിരിക്കുക. കാരണം അത് വിശ്വാസത്തെ ദൃഢമാക്കുന്ന കാര്യങ്ങളാണ്.
അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ റബ്ബിന് മറ്റൊരു തുല്യതയുമില്ല. ഇഫ്റാദുൽ മഅബൂദ് ബിൽ ഇബാദത്തി മഅ ഇഅ്തിഖാദി വഹ്ദതിഹി ദാതൻ വസിഫാതൻ വഅഫ്ആല. അല്ലാഹു ഏകനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നതോടുകൂടി അവന് മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് വിശ്വസിക്കുന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇഫ്റാദുൽ മഅബൂദ് ബിൽ ഇബാദത്തി മഅ ഇഅ്തിഖാദി വഹ്ദതിഹി ദാതൻ വസിഫാതൻ വഅഫ്ആല. അല്ലാഹുവിന്റെ സത്തയിലും അവന്റെ വിശേഷണത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ അവന് തുല്യമായി മറ്റാരുമില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുകയും അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് തൗഹീദ്. അതാണ് ഈ ഖുർആനിക സൂറത്തിന്റെ പൊരുളും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒന്ന് എല്ലാവരും ഒന്ന് അർത്ഥം പറയില്ലേ? എനിക്കിങ്ങോട്ട് പറഞ്ഞു തരുമോ? ഖുൽ എന്താ അർത്ഥം? നബിയെ തങ്ങൾ പറയുക. ഹുവ അവൻ, അഥവാ അല്ലാഹു. അല്ലാഹു അഹദുൻ. അഹദുൻ എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ്, ഒരുവനാണ്. പിന്നെ അടുത്തത് അല്ലാഹു സമദ്. അല്ലാഹു അസ്സമദ്. അല്ലാഹു ആരാണ്? അസ്സമദു, നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ എല്ലാ വസ്തുക്കളും എല്ലാവരും അവനിലേക്ക് ആവശ്യമുള്ളവനുമാണ്. അല്ലാഹു സമദ്. ലം യലിദ് എന്നർത്ഥം. ലം യലിദ്, ലം യലിദ് അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ് അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല. അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. മനസ്സിലായില്ല? അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യമായി ആരുമേ ഇല്ല. അപ്പൊ എന്നുണ്ടായി അള്ളാഹു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് എന്ത് എന്നൊരു ചോദ്യം വരുന്നു. അവിടെ അള്ളാഹു അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്ന അർത്ഥമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ച് അങ്ങനെ ഒരു കാലം നിശ്ചയിക്കുന്നതോ അവൻ ജനിച്ചവനാണ് എന്നോ ജനിക്കപ്പെട്ടവനാണ് എന്നോ ജനിപ്പിച്ചു ഒറ്റൊരാളെ ജനിപ്പിച്ചു എന്നോ ആ രൂപത്തിൽ ഒരു വിശേഷണവും പറയപ്പെടാൻ ഒരു വിധത്തിലുമുള്ള പഴുതും അവിടെ ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എല്ലാ ബഹുദൈവത്വത്തിന്റെ അസത്യവിശ്വാസത്തെയും പൊള്ളത്തരങ്ങളെയും കടമുഴക്കി എറിയുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവസാനമായി ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ ഉറങ്ങാൻ നേരത്തെ എന്നും പതിവാക്കുക, ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ വാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തുൻ, എല്ലാ രാത്രിയിലും തന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ ജമഅ കഫൈഹി, അവിടുത്തെ രണ്ട് കയ്യും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിവെക്കുമായിരുന്നു. സുമ്മ നഫഖ ഫീഹിമാ, എന്നിട്ട് ആ രണ്ട് ഇരു കൈകളിലേക്കും ഊതുമായിരുന്നു. വഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ്, എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയും പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുകയും ശേഷം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുകയും ചെയ്യുമായിരുന്നു. സുമ്മ യംസഹു ബിഹിമാ, പിന്നെ ആ രണ്ട് കൈകളെ കൊണ്ട് തടവുകയും ചെയ്യുമായിരുന്നു. മസ്തതാഅ മിൻ ജസദിഹി, തന്റെ ശരീരത്തിൽ നിന്ന് തടവാൻ സാധിക്കുന്നിടത്തോളം. യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി, അവരുടെ മുകൾ ഭാഗത്തിൽ നിന്ന് അഥവാ തലയുടെ ഭാഗത്തിൽ നിന്ന്
തലമുടിയുടെ ആ ഭാഗം കഴിഞ്ഞ് മുഖത്തിൽ നിന്ന് ആ മുഖത്തിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് തുടങ്ങുമായിരുന്നു. എന്നിട്ട് ശരീരത്തിന്റെ മുൻഭാഗം കൈകൾ എത്താവുന്ന സ്പർശിക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവാറുണ്ടായിരുന്നു. ഇപ്രകാരം 3 തവണ ചെയ്തിട്ട് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാറുള്ളൂ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ യഫ്അലു ദാലിക 3 മർറാത്ത്. വിരിപ്പിലേക്ക് എത്തിയാൽ 2 കൈയും ഇങ്ങനെ പിടിച്ച് അതിലേക്ക് 3 തവണ ഊതിക്കൊണ്ട് 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിക്കൊണ്ട് ശരീരമാസകലം പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടവാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഇത് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരോട് പറയണം, ഇവിടെ കേൾക്കുന്ന സഹോദരിമാരുണ്ടല്ലോ, അവർ ഇവിടെ വരാത്ത ഭർത്താക്കന്മാരോട് പറയണം, മക്കളോട് പറയണം. നമ്മൾ ഈ ഖുർആൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പരമാവധി നമ്മൾ അറിയുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മെ വഴി നടത്തുന്ന ഒരു വഴികാട്ടിയാണല്ലോ അഭിമന്യരായ ഉസ്താദ് അവറുകൾ. ഉസ്താദാണ്ട് ഉപദേശിക്കാൻ മാത്രമല്ല, അത് ചെയ്യിപ്പിച്ചേ വിടുള്ളൂ. കഴിഞ്ഞ ദിവസം ഉസ്താദിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ഉസ്താദിന്റെ ക്ഷീണത്തിലാണ്. ഇശാ ബാങ്ക് കൊടുത്തപ്പോ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് നിസ്കരിച്ചു. പിന്നെ ഹദ്ദാദൊക്കെ എല്ലാവരും കൊണ്ട് ചെല്ലിപ്പിച്ചാ വിട്ടത്. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറയും വേണ്ട. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്ക തമ്പുരാന്, നീ ശിഫാ നൽകി തമ്പുരാന്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞു നൽകുമാറാവട്ടെ. എല്ലായിടത്തും പ്രതിസന്ധികൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുക. ഇപ്പോ തട്ടം എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഇങ്ങനെ വേണം. തലമുടി മറക്കുന്നത് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു തട്ടം വലിച്ച് അതിന് പ്രതിഷേധം. ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഖം മറക്കണം എന്നാണ്. ആ രൂപത്തിലാണെങ്കിൽ എന്തായിരിക്കും പുകില്? അള്ളാഹുവിന്റെ ദീനിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോ നമ്മൾ എന്ത് വേണം? നമ്മൾ കുറച്ച് പ്രതിഷേധിക്കും. പ്രതിഷേധം കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ നിൽക്കും. എന്നാൽ എന്തും നിലനിൽക്കേണ്ടത് എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള ചില വിവാദങ്ങളൊക്കെ വരുന്നതിന്റെ ഒരു കാരണം എന്താ? അങ്ങനെ തട്ടടാത്തവരാണ് കുറെ കൂടുതൽ കാണുന്നത്. പിന്നെ ഒരു ജനറൽ രീതിയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണ് ചില ആളുകൾ ഇസ്ലാമിന്റെ പേരുകളിലുള്ളവർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ അച്ചടക്കം പാലിക്കുന്നവർ അത് കുറവാണല്ലോ. അപ്പൊ അതിനനുസരിച്ചാണ് ഈ വെല്ലുവിളികൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ തന്നെ ഉമ്മ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഉമ്മ നല്ല അച്ചടക്കത്തിന് വസ്ത്രധാരണയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളോ ഇപ്പൊ കുറച്ചൊക്കെ യൂണിഫോം ഒക്കെ ലെവലായിരിക്കും. റെഡിയാ. സ്കൂളിലേക്കൊക്കെ യൂണിഫോം വാങ്ങിക്കൊടുക്കുമ്പോൾ അവര് സ്കൂൾ നിശ്ചയിക്കുന്ന യൂണിഫോം കുറച്ചൊക്കെ അച്ചടക്കുന്ന രൂപത്തിലാകും പരമാവധി. അപ്പൊ അതുകൊണ്ട് ആ രീതി സ്വീകരിക്കും. അത് കഴിഞ്ഞിങ്ങനെ വന്നാൽ പിന്നെ കല്യാണത്തിനും മറ്റു മാമാങ്കത്തിനൊക്കെ പോകുമ്പോഴോ അതിന് വേറെ തന്നെയാണ് ഡ്രസ്സ്. അത് വേറെ തന്നെയാണ് ഡ്രസ്സ്. എവിടെയാണ് വിജയം ഉണ്ടാവുക? നമ്മൾ മാത്രം അങ്ങ് പർദ്ദക്കെട്ട് ധരിച്ച് നല്ല രൂപത്തിൽ ഇങ്ങനെ നടന്നു എന്നുകൊണ്ടായില്ല. നമ്മൾ നിർബന്ധമായും പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കാൻ അല്ലാഹു തആല ബോധം തരുമാറാവട്ടെ. ഒരു മുസ്ലിം, ഒരു വിശ്വാസി, അവന്റെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ യഥാർത്ഥ ചിത്രം അവന്റെ വേഷവിധാനങ്ങളിലും നടപ്പിലും ഇരുത്തത്തിലും എല്ലാം തന്നെ അവൻ പ്രകടിപ്പിച്ചിരിക്കണം. നോട്ടം പോലും കാത്തു സൂക്ഷിക്കണമെന്നല്ലേ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുമ്പോ അവിടുന്ന് ഇറങ്ങുമ്പോ എല്ലാം തന്നെ മര്യാദകൾ പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. അതുകൊണ്ട് പരമാവധി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞത് 1.5 മണിക്കൂറാണ്, അത് അവസാനിച്ചു.
അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ് നമുക്ക് സൂറത്തു തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഇൽമ് കൂടുതൽ പഠിക്കാനുള്ള എല്ലാ മനസ്സും അള്ളാഹു തആല നമുക്ക് വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ തെറ്റുകൾ നീ പൊറുക്കണേ തമ്പുരാനെ. റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരാണ്. മാതാവിന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ പലരും രോഗികളാണ്, നീ ശിഫാ നൽകണേ തമ്പുരാനെ. ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നിനക്ക് ഇബാദത്തെടുക്കുന്നതിൽ കൂടുതൽ സന്തോഷം നൽകണേ തമ്പുരാനെ. നിസ്കാരം ഭാരമാകുന്ന അവസ്ഥ നൽകരുത് അല്ലാഹ്. ഇബാദത്തുകളിൽ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ തുടങ്ങാനിരിക്കുന്ന ഫത്ഹുൽ ഫത്താഹ് എന്ന ആത്മീയ സംരംഭത്തെ നീ വിജയത്തിലാക്കണേ തമ്പുരാനെ. നീ വിജയത്തിലാക്കണേ തമ്പുരാനെ. റബ്ബേ, ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും മറ്റുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ തമ്പുരാനെ. റബ്ബേ, മഹത്തായ ദീനിനെ പഠിക്കാനും അത് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ പറയുന്നതിൽ വല്ല തെറ്റുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ തമ്പുരാനെ. വന്നുപോയ തെറ്റുകൾ അല്ലാഹുവേ, വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ അത് തിരുത്തി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് ഖബറിലാണ്. റബ്ബേ, നീ പൊറുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, വല്ല രോഗത്തിന്റെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ ദൂരത്താക്കണേ തമ്പുരാനെ. മാരകമായൊരു രോഗവും തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കരുത് തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം മറ്റാർക്കും നീ ഭാരമുള്ളതാക്കരുത് അല്ലാഹ്. ആർക്കും വെറുപ്പുള്ളതാക്കരുത് അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടെ ഇബാദത്തെടുത്ത് ജീവിച്ച് അവസാനം നല്ല ബോധത്തോടുകൂടെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നവരിൽ നാഥാനി ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് പൊറുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർ അല്ലാഹുവേ മരണപ്പെട്ടു പോയവർ അല്ലാഹ്, നീ അവരുടെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തുക്കളായ നേതൃനിരയിലെ ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് അടുത്ത കാലത്തായി തിരിഞ്ഞുപോയി തമ്പുരാനെ. നീ അവരുടെ എല്ലാം ദറജകളെ ഉയർത്തണേ തമ്പുരാനെ. ഖബറിടം കൂടുതൽ പ്രകാശമാനമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് ഉസ്താദുമാരെ രോഗികളാണ്. നാഥാ, നീ ശിഫയാക്കണേ തമ്പുരാനെ. നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ശൈഖുനാത്തിപ്പെട്ട ഉസ്താദ് ഞങ്ങൾക്ക് വെളിച്ചമായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനവറുകൾ, നാഥാ, നീ ആഫിയത്ത് കൊടുക്ക തമ്പുരാനെ. നീ ദീർഘായുസ്സ് കൊടുക്ക തമ്പുരാനെ. നീ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദീർഘകാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.